ഹലോ 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 സതീഷ് അല്ലേ ഇത്? അല്ല, ഇത് ബഷീറാണ്. ബഷീർ അല്ലേ? അതെ, ഞാൻ എന്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു സതീഷ്, ആ നമ്പറിൽ വിളിച്ചത്. ഇത് എവിടെ സ്ഥലം? ഇത് കുറ്റിപ്പുറം. കുറ്റിപ്പുറം അല്ലേ? അന്ന് ശരി കേട്ടോ. അല്ല, വെക്കല്ലേ നിങ്ങളായിട്ട് സംസാരിക്കാല്ലോ. ഇനി ഏതായാലും ഇത്ര സംസാരിച്ചത് ഇതിക്ക് നിങ്ങൾ കുറച്ചു നേരം സംസാരിക്കാല്ലോ. എനിക്ക് ആരും വിളിച്ചാലില്ല, അതുകൊണ്ട് സംസാരിക്കാണ്. അതെന്താ നിങ്ങൾ അങ്ങനെയൊക്കെ പറയണേ? ഞാൻ നമ്പർ കിട്ടിയിട്ട് അറിയാതെ വിളിച്ചു പോയതാണ്. അയ്യോ, അങ്ങനെ പറയല്ലേ, എനിക്ക് സംസാരിക്കാൻ പൂതിയായിട്ടാണ് ചേച്ചിയോട്. അത് ശരി, സംസാരിക്കാൻ പൂതിയായിട്ടാണല്ലേ? എന്താ നിന്റെ പേരെന്താ? എന്റെ പേര് ബഷീർ. ബഷീർ അല്ലേ? ബഷീർ എന്താ ചെയ്യണേ? ഞാനിപ്പൊ വലിയ പണിയൊന്നുമില്ല, കുറച്ച് ബസ്സിലായിരുന്നു. ഇപ്പൊ കാജാഗുവിൽ നടക്കാനാണ് എനിക്ക് പണി. അതെയോ? എന്റെ കമ്പനിയിലാണ്. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ ഉമ്മ ഉണ്ട്, ഉപ്പ ഉണ്ട്, പിന്നെ അറിയാം. പിന്നെ പറ, നീ എന്തെങ്കിലും പറ. ഇക്കൊന്നും അറിയില്ല, പെണ്ണുങ്ങളെ സംസാരിക്കാൻ അറിയില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നോട്. അതിന് പെണ്ണുങ്ങളായിട്ട് സംസാരിക്കാൻ എന്തിനാ പ്രത്യേകിച്ച്? ഇത് അറിയൊന്നും വേണ്ടല്ലോ, ഇതുപോലെ സംസാരിച്ചാൽ മതിയല്ലോ. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങളായിട്ടൊക്കെ സംസാരിക്കുന്നതൊക്കെ വലിയ ആൾക്കാരല്ലേ. അങ്ങനെ ഒന്നുമില്ല കേട്ടോ. പറ. പിന്നെ എന്താ എത്ര വരെ പഠിച്ചു നീ? ഞാൻ 3ാം ക്ലാസ്. പിന്നെ ഞാൻ പണിക്ക് പോയിട്ട് പിന്നെ ആകെ ഇടങ്ങറായി. പിന്നെ പെരക്കാരെ ഞാൻ നോക്കി, അങ്ങനൊക്കെ പാടെ ഭയങ്കര കഷ്ടപ്പാടാണ്. പേരെന്താ പറഞ്ഞിങ്ങളെ? എന്റെ പേര് നിഷാന്നാണ്. പിന്നെ നിന്റെ പേര് ഞാൻ മറന്നുവല്ലോ. ബഷീർ. ബഷീറല്ലേ? വീട്ടിലെന്താ വിളിക്കുക നിന്നെ? ബഷു. പിന്നെ ഇപ്പൊ മെയിൻ കച്ചവടം ആടുണ്ട്, 2-3 ആടുണ്ട്. അതിനായിട്ട് രാവിലെ പോകും. സുബൈ അങ്ങനെ ഇന്നലെ എസ്കേക്കാൻ പോയപ്പോ ആടിനായിട്ട് പോയപ്പോ പിന്നാലെ ഒരു നായി വാങ്ങി. ഞാൻ പള്ളിക്ക് പോവാതെ വീട്ടിൽ തന്നെ വാങ്ങി. നായി എന്ന് പറഞ്ഞത് ഡോഗിനല്ലേ? അതെ, നിങ്ങളെവിടെ അങ്ങനെ പറയാ? അല്ല, ഇവിടെ നായ എന്നാണ് പറയാറ്. നിങ്ങളെവിടെ സ്ഥലം എവിടെ പറഞ്ഞില്ല? ഞാൻ തൃശ്ശൂരാണ്. തൃശ്ശൂരിലാ? ഞങ്ങള് കുറ്റിപ്പുറം, മലപ്പുറത്ത് കുറ്റിപ്പുറം എന്ന് പറയും. ശരി, കുറ്റിപ്പുറത്തല്ലേ? നിങ്ങളെന്താ വർക്ക് ചെയ്യാ? അല്ല, ഞാൻ പഠിച്ചോണ്ടിരിക്കുക, ഡിഗ്രിക്ക് ഫൈനൽ ഇയർ ആണ്. അല്ലാ, വലിയ പഠിപ്പാണ്. അല്ല, അതത്ര വലിയ പഠിപ്പൊന്നുമല്ല. പിന്നെ നിനക്ക് ഫ്രണ്ട്സ് ഒന്നുമില്ല വീട്ടില്? എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്, അയൽവാസിയിലുണ്ടൊന്ന് മൻസൂർ ഉണ്ട്, ഒരു കുഞ്ഞു മുസ്തിയാറുണ്ട്, വേറെ ആരും ഇല്ല. ആകെ 2-3 ആള്. 2 ഹംസ, കടവത്ത വാവ, പിന്നെ 2 മുത്തു. ഇതൊക്കെ തന്നെ ഉള്ളു ഫ്രണ്ട്സ്, വേറെ ആരും ഇല്ല. ശരിയല്ലേ? പിന്നെ ഇയാളായിട്ട് സംസാരിക്കുമ്പോ ഇയാള് പറ എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. എനിക്ക് ഇങ്ങനെ ആരും വിളിക്കാറില്ല, ഞാൻ പെൺകുട്ടികളായിട്ട് അങ്ങനെ സംസാരിക്കാറില്ല. അത് പെൺകുട്ടികളായിട്ടൊന്നും അധികം സംസാരിക്കണ്ട കേട്ടോ. എന്തിനാ പെൺകുട്ടികളായിട്ട് സംസാരിക്കണേ? അതല്ല, എനിക്ക് എത്ര വയസ്സായി? എനിക്ക് 20 വയസ്സായില്ലേ? അപ്പൊ വീട്ടില് 20 വയസ്സായിട്ടേ ഉള്ളൂ. സ്കൂളൊക്കെ കുട്ടികള് പോകുമ്പോ ഞാൻ കള്ളിത്തൂര് എടുത്ത് കാണും, പിന്നെ ഇങ്ങനെ നോക്കി കളിയാക്കൂ. ആര്? പെൺകുട്ടികള്. അതെയോ? എന്താണ് എന്തിനാ പെൺകുട്ടികള് നിന്നെ കളിയാക്കണം? അവന്റെ മടക്കി കുത്തലൊക്കെ കണ്ടിട്ട്. അത് ശരി, അപ്പൊ ഏകദേശം എനിക്ക് മനസ്സിലായിട്ടോ ആളെ എങ്ങനത്തെ ആളാന്നുള്ളത്. അയ്യോ, ചേച്ചിയും കളിയാക്കൽ തുടങ്ങിയ? ഇല്ല, കളിയാക്കല്ല. പിന്നെ പറ. എന്താ ചേച്ചി പറ? ഞാൻ എന്താ പറയാ, ഞാനിപ്പോ വിളിച്ച് പരിചയപ്പെട്ടിട്ടല്ലേ ഉള്ളൂ. ഞാൻ ഇടക്കിടക്ക് ചേച്ചിക്ക് വിളിക്കട്ടെ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ചേച്ചി എന്താ, ആരെങ്കിലും പ്രേമം എന്തെങ്കിലും ഉണ്ടോ ചേച്ചിക്ക്? അയ്യോ, അതൊക്കെ ഇപ്പൊ ഒറ്റയടിക്ക് ചോദിച്ചാൽ എങ്ങനെ ഞാൻ പറയാ? നീ വീണ്ടും ഒക്കെ വിളിക്കുക, അങ്ങനെ പരിചയപ്പെട്ടിട്ട് ഞാൻ പറഞ്ഞല്ലേ കേട്ടോ. പിന്നെ വീട്ടിലെല്ലാരോടും ചോദിച്ച് പറയണേ. അവിടെ എന്തൊരു പാട്ടൊക്കെ കേൾക്കണ? അത് ഞങ്ങള് പാട്ടിട്ടാണ്. ഞങ്ങൾ അവിടെ സെറ്റാണ് റേഡിയോ എന്നത് വരെ. ഇപ്പൊ ഒരു പുതിയ സെറ്റ് വാങ്ങിക്കണ്, 2 റുപ്യക്ക് വാങ്ങിട്ട് 2000 റുപ്യ കൊടുത്ത്. ആ സെറ്റ് വാങ്ങിട്ടാണ് അത് വൃത്തിയായിട്ട് ഒരു ജായി പാട്ട് മാത്രം. ഇപ്പത്തെ പുതിയ സിനിമ പാട്ടൊക്കെ ഉണ്ടാവും, അതൊക്കെ കേൾക്കണം, നല്ല ആഗ്രഹമുണ്ട്. എന്റെ അമ്മ ഇപ്പൊ അയക്കൂല. എനിക്ക് പാടാനൊക്കെ അറിയോ? പാടാനറിയോ? അന്നൊന്ന് പാടിതാ. കാക്കേ കൂടവിലേ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ട്. ഞാൻ 3ാം ക്ലാസ് പഠിച്ചു തമ്മിൽ ലാസ്റ്റ് പാടിയ പാട്ടാണത്. അതാങ്ങനെ പഠിച്ചിട്ടുണ്ടില്ല. എനിക്കൊരു കോള് വരുന്നുണ്ട്, ഇത്തിരി കഴിഞ്ഞിട്ട്. അയ്യോ കട്ടെ, ഇന്നൊരുക്ക് നിങ്ങളായിട്ട് ഭയങ്കര സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമായി നിങ്ങളെ സംസാരം കേട്ടിട്ട്. ഞാൻ പറയണേക്ക് എനിക്ക് പ്രധാനപ്പെട്ട ഒരു കോള് വരുന്നു. പ്രധാനപ്പെട്ട ഞാൻ എന്നെ പ്രധാനപ്പെട്ട നിങ്ങളെ ഭയങ്കര ഇഷ്ടമായി നിങ്ങളെ സംസാരിക്കുന്നത്. എന്റെ ഈശ്വര, എന്താ ഞാൻ ചെയ്യാ? എന്നാ ഞാൻ അങ്ങോട്ട് വിളിക്കാം 5 മിനിറ്റ് കഴിഞ്ഞിട്ട്. ഓക്കെ.